മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ സീമന്തിന് ചോദിക്കും, ഇന്ന് നീ എവിടേക്കാണ് പോണത്, നീ എന്താ ഇപ്പോൾ ഈ ഇടയായിട്ട് സെറ്റ് സാരി എടുത്തിട്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അതെ, ഞാൻ സെറ്റ് സാരി എടുത്തിട്ട് പോകുന്നത്, സെറ്റ് സാരി ഉടുക്കുന്നത് കാണുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനത് ഉടുക്കുന്നത് എന്ന് പറയും. ആര് പറഞ്ഞു നിന്നെ, എനിക്കെന്താ പിന്നെ വേറെ വല്ല ചെറുക്കന്മാരുണ്ടോയെന്ന് അങ്ങനെ ചോദിക്കണം കേട്ടോ. കോള് വെച്ചിട്ട് സീമന്തിന് ഇങ്ങനെ പറയണം കേട്ടോ. അതെ, എനിക്ക് വേറെ ചെറുക്കന്മാർ എന്നെ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണം എന്താണെന്നറിയോ, കല്യാണം കഴിയുന്നവരെ ഒരു പ്രശ്നവുമില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ടായിരിക്കും മേഘനാഥം വരുന്നത്. മേഘനാഥം വരുമ്പോൾ പറയും, ഓ തുടങ്ങിയോ, രണ്ടുപേരും കൂടി തുടങ്ങിയോ ചോദിക്കും. എടാ ഇവളെവിടെയാണ് പോകുന്നത് എന്ന് നീയൊന്ന് ചോദിച്ചു നോക്ക്, ഇവളുടെ പോക്ക് തീരെ ശരിയല്ല എന്നിങ്ങനെ പറയണം. അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, പഴയ പോലെയല്ല പെൺകുട്ടികൾ, എപ്പോഴവർ മാറ്റമുണ്ട് എന്നിങ്ങനെ മേഘനാഥൻ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു മേഘനാഥനോട് പറഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. സീമന്തിരി ഇങ്ങനെ മേഘനാഥനോട് പറയാണ്, ഇവളുടെ പോക്ക് അത്ര ശരിയല്ല, നീ ഇവളുമായിട്ട് ഇഷ്ടമല്ലാതെയാണെന്നുള്ളത് എനിക്കറിയാം. അമ്മേ നിങ്ങളെന്താ പറയുന്നത്, എൻ്റെ ഭാര്യയാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത്, നീ അവളുടെ കൂടെ പോയി നോക്ക്, എന്താണ് നടക്കുന്നതെന്ന് അറിയാലോ എന്നിങ്ങനെ പറയണം. അല്ലെങ്കിൽ വേണ്ട, അവൾ പോയിക്കോട്ടെ, ആ ഭാരം ഒഴിവായി പോകുമല്ലോ, എനിക്ക് അവളെയും കൂടി ചുമക്കണ്ട, എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല, എനിക്ക് കണ്ണൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് ഞാനിതിന് നിന്നത്, പക്ഷെ അത് കിട്ടില്ല എന്നറിഞ്ഞാൽ അവൾ എവിടെയോ ആരുടെയോ കൂടെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് മേഘനാഥനോട് പറയണം കേട്ടോ. മേഘനാഥൻ പറയുന്നുണ്ട്, എന്താ അമ്മേ അതെൻ്റെ ഭാര്യയല്ലേ എന്ന് പറയുന്നുണ്ട്, അവളുടെ സ്വത്ത് കണ്ടുകൊണ്ട് വേണം സ്വാതിയെ കല്യാണം കഴിച്ച് കൊടുക്കാൻ, അതുകൊണ്ടാണ് സീമന്തിനെ അങ്ങനെ പറയുന്നത് കേട്ടോ. അതേസമയം വാമദേവനും പറയും, നിങ്ങൾക്ക് ഇത് തന്നെയാണോ, അവളെ കണ്ണനോട് നയത്തിലാണ് നിൽക്കുന്നത്, ആ നയത്തിൽ നിൽക്കുന്നത് അവൾക്ക് കിട്ടാനുള്ളത് കൊണ്ടാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അതും കാത്ത് നിങ്ങൾ ഇരുന്നോളിയും, ഒരു ചില്ലിക്കാശ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് സീമന്തിന് ദേഷ്യത്തോടു കൂടി പോവുകയാണ് കേട്ടോ. അതിനുശേഷം വാമദേവൻ ചോദിക്കുകയാണ്, എടാ എന്തായി എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. എന്താവാനാണ്, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതെന്തായാലും നടക്കും എന്നിങ്ങനെ വാമദേവൻ മേഘനാഥനോട് പറയണം കേട്ടോ. പിന്നീട് മഞ്ജു അമ്പലത്തിലിങ്ങനെ പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അപ്പോഴന്നെ സാഗരം വരും കേട്ടോ. രണ്ടുപേരും കൂടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് മഞ്ജുവിനെ കിട്ടണ ദൈവമേ എന്നിങ്ങനെ പറഞ്ഞ് മഞ്ജുവിനോട് പ്രാർത്ഥിക്കാൻ കേട്ടോ. അതിനുശേഷം സാഗർ പുറത്തു പോയി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും മഹാലക്ഷ്മി കാറിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ. സാഗർ ആകെ മാറി ഒളിഞ്ഞു പോയി നിൽക്കുകയാണ് കേട്ടോ. ഒളിഞ്ഞു പോയി നിന്നതിന് ശേഷം മഞ്ജുവിനോട് പറയണം, മഞ്ജു നിൻ്റെ ഏടത്തി വരുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ മഞ്ജു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക പറഞ്ഞിട്ട്, ഏതായാലും നിന്നെ കണ്ട വിഷയമില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ വിഷയം തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം സാഗർ മാറുകയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മി മഞ്ജുവിനെ കാണുകയാണ് കേട്ടോ. മഞ്ജുവിനെ കണ്ടതും, ഓ നീ എന്താ ഇവിടെ ഇപ്പം അമ്പലത്തിലൊക്കെ വരാൻ തുടങ്ങിയോ, നീ തനിയാണോ എന്ന് ചോദിക്കും. അതെ, ഞാനിപ്പോൾ തനിയെ ഇടയ്ക്ക് വരാറുണ്ട് ഏടത്തി എന്നിങ്ങനെ പറയണം കേട്ടോ. എന്താ നിനക്ക് എന്തോ വിഷമം പോലെ ഉണ്ടല്ലോ, എന്താ അവിടെ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അവർക്ക് ഞാൻ സ്വത്തും മുതലൊന്നും കൊണ്ടുപോകാത്ത കാരണമാണ്, സ്വാതിക്ക് കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ സ്വത്തും മുതലും വേണമല്ലോ, അതെന്നെ ഇനി കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് എന്നോടൊരു തരം വെറുപ്പാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ ഈ കണ്ണേട്ടൻ പറഞ്ഞത് കേൾക്കാതെ ഞാൻ പോയതാണ്. ഞങ്ങൾ രണ്ടമ്മയാണെങ്കിലും കണ്ണേട്ടന് എന്നെ ഒരുപാട് സ്നേഹമായിരുന്നു. ആ കണ്ണേട്ടനെ ധിക്കരിച്ച് ഞാൻ പോയത് കാരണം എനിക്കിനി കണ്ണേട്ടൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു വിഷമവും എനിക്ക് പറയാൻ പറ്റില്ല എന്നിങ്ങനെ മഞ്ജു വിഷമത്തോടെ പറയണം കേട്ടോ. അത് കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ സ്വാതിക്കൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, സ്വാതിക്ക് എന്തെങ്കിലും വരുമ്പോൾ കണ്ണേട്ടൻ സഹായിക്കും എന്ന് പറയണം. എന്തിനാ, അവർക്കൊന്നും കൊടുക്കണ്ട, അവരെല്ലാവരും കണ്ണേട്ടൻ്റെയും ഏടത്തിയമ്മയുടെയും നാശം മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയണം. ഇനി മേലിൽ ഏടത്തിയമ്മ അവരെ ആ തരത്തിൽ കണ്ടാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി ആകെ അന്തം വിടുക കേട്ടോ. മഞ്ജു നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നോട് പറയണം, ഏട്ടനോട് പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. ഇല്ല ഏടത്തി, ഞാൻ സ്വയം തീരുമാനിച്ച പ്രശ്നമാണല്ലോ, എൻ്റെ ഏട്ടന് ഇതിൽ ഞാൻ വിഷമിപ്പിക്കില്ല, പക്ഷേ നിങ്ങളെല്ലാവരും നിങ്ങളെ ചതിക്കുകയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മഞ്ജു യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും കേട്ടോ. സാഗർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്ത് വന്നിട്ട് മഞ്ജുവിനെ കാത്തു നിൽക്കണം കേട്ടോ. മഞ്ജുവിനെ കാത്തിട്ട് പറയണം, എന്നെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും മഹാലക്ഷ്മിക്ക്, ഏതായാലും മഞ്ജു എൻ്റെ കൂടെ വായോ, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നിങ്ങനെ പറയണം. മേഘനാഥൻ കണ്ടു കഴിഞ്ഞാൽ എനിക്കതൊരു വിഷയമല്ല, മേഘനാഥൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷയമില്ല, പക്ഷേ സാഗറെ മേഘേട്ടൻ നല്ല അടി കിട്ടും പറയണം. അത് കേൾക്കുമ്പോൾ സാഗർ പറയുക, എൻ്റെ പഴയതാണെങ്കിൽ എനിക്ക് വിഷയമില്ല, ഇപ്പോൾ എൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്, മാർക്കോയും കൂട്ടുകാരും എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം
പ്രശ്നമേ ഇല്ല എന്ന് പറയുകയാണ്. എങ്കിൽ ശരി പോവാൻ പറഞ്ഞ് മഞ്ജു ഹെൽമെറ്റൊക്കെ കൊടുത്തിട്ട് സാഗറിൻ്റെ ബേക്കിൽ കയറി പോവുകയാണ് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മി തൊഴുത് കഴിഞ്ഞിട്ട് പുറത്തിങ്ങനെ വരുമ്പോൾ തന്നെ ആ അമ്മ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. മഹാലക്ഷ്മിയെ നോക്കിയും കൊണ്ട് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. ഓ, ഞാൻ അമ്മയെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അമ്മയെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്നിങ്ങനെ പറയണം. ഓണത്തിനൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, അതിന് ഓണത്തിന് മുമ്പും അതിന് ശേഷം പ്രേതമായിട്ട് നടക്കല്ലേ, പിന്നെ എങ്ങനെയാണ് കാണുക എന്ന് ചോദിക്കുമ്പോൾ മഹി അങ്ങനെ അന്തം വിട്ട് പോവുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മഹാലക്ഷ്മിയോട് മഞ്ജു പറയുന്നുണ്ട്, ഏടത്തി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നിൻ്റെ അടുത്ത് അതാരാ പറഞ്ഞത് എന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാരാണെന്നുള്ളത് പിന്നെ അറിയുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മഞ്ജു പക്ഷെ പറയില്ല, അത് സാഗറ പറഞ്ഞതെന്ന് പറയില്ല കേട്ടോ. അതേപോലെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പ്രേതമായിട്ട് കളിക്കുക നടക്കുകയല്ലേ, അപ്പം ഈ അമ്മ എങ്ങനെയാണ് അറിഞ്ഞത് വെച്ച് എല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ ഈ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. കണ്ണേട്ടൻ്റെ കാൽവിരലുകളൊക്കെ അനങ്ങിയിട്ടുണ്ട്, മുട്ട് വരെ സ്പർശനമുണ്ട് എന്നിങ്ങനെ പറയണം. മോളെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കും, എല്ലാ കാര്യവും ചെയ്യും കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷവും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പുറത്തും വീട്ടിലും ഒന്നും അറിയരുത്, അത് രഹസ്യമാക്കി വെക്കണം. നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയണം. അത് മാത്രമേ ഉള്ളൂ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ട് ആ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ആ ശത്രുക്കൾ പിന്നിലുണ്ട്, അതുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റാൽ ഒരു കാരണവശാലും അതാരും അറിയരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. മഹാലക്ഷ്മി ഇങ്ങനെ വിചാരിക്കും, ഈ അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് അത്ഭുതത്തോടു കൂടി